Then what are the results of this non-cooperation movement? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെ? An anti-British feeling developed in the Rukhan corner of the nation as a result of these agitations. Anti-British feeling developed every part of the nation or every nook and corner of the nation. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, ബ്രിട്ടീഷുകാർക്കെതിരായ വികാരം രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വളർന്ന് വികാസം പ്രാപിച്ചു വന്നു, ഉയർന്ന് വന്നു. ഒന്നാമത്തെ ഫലവത. സെക്കൻഡ് വൺ, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇന്റൻസിഫൈഡ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിച്ചു, മെച്ചപ്പെട്ടു. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു അല്ലെങ്കിൽ മെച്ചപ്പെട്ടു. In response to the police firing at a mob at Chowri Chowra in Uttar Pradesh, a mob there imprisoned 22 policemen and burned the police station. All the 22 policemen were burned in the police station. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു സംഭവ വികാസമാണ്. ചൗരി ചൗര എന്ന് പറയുന്ന പ്രദേശത്ത് നോൺ കോപ്പറേഷനിൽ പങ്കെടുത്തവർക്ക് നേരെ പ്രകോപനമില്ലാതെ ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ തീകൊളുത്തുകയും 22 പോലീസുകാർ വെന്ത് മരിക്കുകയും ചെയ്തു. It shocked Mahatma Gandhi and he called for stopping the non-cooperation movement. Gandhi's Satyagraha is based on truth and non-violence. ഗാന്ധിയുടെ സമരമാർഗം സത്യാഗ്രഹമാണ്. ആ സത്യാഗ്രഹം എങ്ങനെയുള്ള സത്യാഗ്രഹമാണ്? ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. സത്യത്തെയും അഹിംസതയെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് 22 പോലീസുകാരെ തീ കൊളുത്തി കൊന്നതിൽ മനംനൊന്ത ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ ആഹ്വാനം നൽകി, നിർത്തിവെച്ചു. ത്രൂ ദി ഖിലാഫത്ത് മൂവ്മെന്റ് or the reason behind the occurrence or the development of Khilafat movement is that after the First World War, Britain tried to limit the power of the Khalifa, the spiritual leader, the ruler of Turkey, the spiritual leader of the world Muslims. ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവായിരുന്ന തുർക്കിയിലെ ഭരണാധികാരിയായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ കുറയ്ക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആരംഭം. As a result of this policy of Britain, a worldwide agitation took place. ഇതിനെതിരെ, ബ്രിട്ടന്റെ ഈ നടപടിക്കെതിരെ, അതായത് വേൾഡ് മുസ്ലിംസിന്റെ സ്പിരിച്വൽ ലീഡറായി കണക്കാക്കിയിരുന്ന ടർക്കിയിലെ ഭരണാധികാരിയായിരുന്ന ഖലീഫയുടെ അധികാരം റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആഗോളതലത്തിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അലി സഹോദരന്മാർ ഇന്ത്യയിലും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ്, പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യവും ആശയവും സിവിൽ ഡിസൊബീഡിയൻസ് നിയമലംഘന പ്രസ്ഥാനവും. The Lahore session of Indian National Congress in 1929 under Pandit Jawaharlal Nehru was a turning point in the history of nationalist movement. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തില്
1929 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഒരു വഴിത്തിരിവായിരുന്നു ദേശീയ പ്രസ്ഥാനം. ഇറ്റ് ഡിക്ലെയർഡ് ദാറ്റ് മീൻസ് ദിസ് സെഷൻ അറ്റ് ലാഹോർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർഡ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം ഓർ പൂർണ്ണ സ്വരാജ് ഓഫ് ഇന്ത്യ. ഈ ലാഹോർ സമ്മേളനത്തിലാണ് 1929 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ചേർന്ന സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അൾട്ടിമേറ്റ് എയിം, ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് was to attain complete freedom or പൂർണ്ണ സ്വരാജ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അഥവാ പൂർണ്ണ സ്വരാജ് ലഭിക്കുക എന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. ടു അച്ചീവ് ഇറ്റ് the Indian National Congress resolved to start the civil disobedience movement under the leadership of Mahatma Gandhi. ഈ പ്രഖ്യാപനത്തിൽ ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മഹാത്മജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനമെടുത്തു അല്ലെങ്കിൽ ആരംഭിച്ചു. Mahatma Gandhi meant to disobey all anti-popular and anti-democratic civil laws. Civil disobedience movement means to disobey all anti-popular and anti-democratic civil laws. നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഇതാണ്. ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ എല്ലാ സിവിൽ നിയമങ്ങളും ലംഘിക്കുക അഥവാ അനുസരിക്കാതിരിക്കുക. Then what are the proposals made by or forwarded by Gandhiji in civil disobedience movement? നിയമലംഘന പ്രസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെ? പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സിവിൽ ഡിസൊബീഡിയൻസും മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെ? ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്, അതിൽ ഒന്നാമത്തേതാണ് ഉപ്പിന്റെ നികുതി എടുത്തു കളയുക, ഉപ്പ് നികുതി എടുത്തു കളയുക. രണ്ടാമത്തേത് ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്, കർഷകർക്ക് 50% നികുതി ഇളവ് പ്രഖ്യാപിക്കുക. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളാണ്. ഉപ്പിന്റെ നികുതി എടുത്തു ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. സെക്കൻഡ് ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ടു ദി ഫാമേഴ്സ്, കർഷകർക്ക് 50% നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുക. ടു ഇൻക്രീസ് ദി ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഫോറിൻ ഗുഡ്സ് ഓർ ഫോറിൻ ക്ലോത്ത്സ്, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്ക് നികുതി കൂട്ടുക. വിദേശ തുണിത്തരങ്ങൾക്ക് നികുതി കൂട്ടുക, ഇറക്കുമതി തുണിത്തരങ്ങൾക്ക് നികുതി കൂട്ടുക. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ ജയിൽ മോചിതരാക്കുക. ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തടങ്കലിൽ അടയ്ക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബഡ്ജറ്റ്, സൈനിക ചെലവ് കുറയ്ക്കുക. ടു കട്ട് ഷോർട്ട് ഹൈ സാലറി ടു ദി ടോപ്പ് ഒഫീഷ്യൽസ്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമിതമായ ശമ്പളം കുറയ്ക്കുക, വെട്ടിച്ചുരുക്കുക. To dissolve the secret surveillance being formed by it was formed to watch
the revolutionaries, or especially Indians. The British recruited secret force to suppress the movement or to realize the movements that took place in Indian society against the British rule. Such a force was, or spies were recruited. But Gandhiji demanded to dissolve the secret surveillance wing formed to match the Indians. ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്ത രഹസ്യ പോലീസ് വിഭാഗത്തെ പിരിച്ചുവിടുക, ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, തീരദേശ സേനയെ നിലനിർത്തുക, അല്ലെങ്കിൽ തീരദേശ സമുദ്ര വ്യാപാരങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുക, ടു ഇംപ്ലിമെന്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ, മദ്യനിരോധനം നടപ്പിലാക്കുക. All these are the demands put forwarded to the government by the nationalist movement, Indian National Congress under the leadership of Mahatma Gandhi at the eve of the civil disobedience movement. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ കാലയളവിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് മുൻപാകെ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളാണ് ഈ പറഞ്ഞവയൊക്കെ. Then what are the reasons to select salt as a powerful weapon in this civil disobedience movement? നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഉപ്പിനെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തിരഞ്ഞെടുക്കാൻ കാരണമെന്ത്? എന്താണ് ഉപ്പിനെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി പരിഗണിച്ചത്, ഉപ്പിന്റെ വിഷയം കണക്കാക്കിയത്? അതിന് കാരണമുണ്ട്. സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 portion of the income collected by the British through taxes. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്ത നികുതിയിൽ 2/5 ഉപ്പിൽ നിന്നായിരുന്നു. That means the tax burden was too harsh. ഉപ്പിന്റെ മേൽ ഏർപ്പെടുത്തിയ നികുതി എന്ന് പറയുന്നത് വളരെ ക്രൂരമായിരുന്നു. It was heavy burden for the poor people. പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ബാധ്യതയായിരുന്നു ഈ ഉപ്പിന് മേലുള്ള അമിതമായ നികുതി. In addition to it, the British government banned small scale salt production or indigenous salt production. ഇന്ത്യക്കാരായ ആൾക്കാര് ആഭ്യന്തരമായി ചെറുകിട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ നിരോധിച്ചു ബ്രിട്ടീഷുകാര്. There was 3-fold hike on price of salt. അതുമൂലം എന്തു സംഭവിച്ചു? ഉപ്പിന്റെ വില 3 ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. The demand for lightening salt tax was a slogan suitable for the common people that inspired segments of the society. അപ്പോൾ ഈ സാധാരണക്കാരായ എല്ലാ ജനങ്ങളെയും വിശേഷിച്ച് സമൂഹത്തിന്റെ താഴെ അറ്റത്തെ തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ഉപ്പിന് മേലുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഈ ടാക്സ് എന്നുള്ളത് കൊണ്ടാണ് ഉപ്പിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. In order to solve this problem, the British were forced to summon round-table conferences. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഇത് ശക്തിയാർജിച്ചപ്പോ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടാൻ നിർബന്ധിതമായി.
3 round-table conferences were held in 1930, 31 and 32. 1930, 1931, 1932 എന്നീ 3 വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു. അറ്റ് ജെയിംസ് പാലസ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ ജെയിംസ് പാലസില് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു. In the second round-table conference, Gandhiji participated as a representative of the Indian nationalist movement. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ 1931 2ാം വട്ടമേശ സമ്മേളനത്തിൽ മഹാത്മജി പങ്കെടുത്തു. At various places of India, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാള്, ഗുജറാത്ത്, കേരള, ഇൻ പയ്യന്നൂർ, പയ്യന്നൂരിലെ കേരളത്തില് ഒക്കെ ഉപ്പ് സത്യാഗ്രഹം നടന്നു, ഉപ്പ് സമരം നടന്നു. മഹാത്മാഗാന്ധി വാസ് അറസ്റ്റഡ് ആൻഡ് ദി സാൾട്ട് സത്യാഗ്രഹ വാസ് റൂത്ത്ലെസ്ലി സപ്രസ്ഡ് ബൈ ദി അതോറിറ്റീസ്. ഇതിന് ലീഡറായിരുന്ന നേതാവായിരുന്ന മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും സമരത്തെ നിഷ്കരണം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. Then the next phase of nationalist movement, that is Quit India movement. The British Quit India 1942. 1942 Quit India സമരം. The decision was taken in the Mumbai Conference of International Congress. Passed the resolution Quit India. 1942 ബോംബെയില് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് പോപ്പുലർ അജിറ്റേഷൻ ഇൻ ഇന്ത്യ ഫോർ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ മാസ് മൂവ്മെന്റ് based on the ideology of non-violence. It meant to force the British to leave the country. ഇതിന്റെ ലക്ഷ്യം ഇതായിരുന്നു. സംഘടിതമായൊരു മൂവ്മെന്റ് ആയിരുന്നു. It is based on the ideology of non-violence. ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു മൂവ്മെന്റ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്? ടു ഫോഴ്സ് ദി ബ്രിട്ടീഷ് ടു ലീവ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തു നിന്നും ബ്രിട്ടീഷുകാരെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതിന് വേണ്ടി അവരെ നിർബന്ധിതരാക്കുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം. Then what are the factors caused the movement? എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ചത്? ഫസ്റ്റ് വൺ, റിലക്ടൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ഒന്നാമത്തെ കാരണം അതാണ്. ദി ബ്രിട്ടീഷ് were not ready to implement constitutional reforms in India, or they followed a policy of negligence towards constitutional reforms in India. This reluctance of the British authorities to implement constitutional reforms in India became a prominent reason for this Quit India movement. ബ്രിട്ടീഷുകാരോട് വിട്ടുപോകുന്നതല്ലാതെ വേറെ വിട്ടുവീഴ്ചയ്ക്ക് നമ്മളില്ല എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ഒന്നാമത്തെ കാരണം അതാ. ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനോട് ബ്രിട്ടീഷുകാർ പുറംതിരിഞ്ഞു നിന്നത്, അല്ലെങ്കിൽ അതിന് തയ്യാറാവാതിരുന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, public digests or public disgusts with price hike and famine. During that time there was public disgusts regarding the price hike and famine. വമ്പിച്ച രീതിയിൽ വില കുതിച്ചു കയറുന്ന ഒരവസ്ഥ. പ്രൈസ് ഹൈക്ക് ആൻഡ് ഫാമിൻ, അതുപോലെ തന്നെ ക്ഷാമവും വിലക്കയറ്റവും
മൂലം ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന വർദ്ധിച്ച അസംതൃപ്തി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദി അസംപ്ഷൻ ദാറ്റ് ദി ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. വേറൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടും. അപ്പോൾ ബ്രിട്ടന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെയാവും. All these are the reasons or causes for the Quit India movement. Gandhiji called for this Quit India movement. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി സമരത്തിന് ആഹ്വാനം നൽകി. Gandhiji called for princely states shall recognize the sovereignty of their people. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ ആ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കണം. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയ്ക്ക് പകരം തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. Princely states shall recognize the sovereignty of their people or their subjects. Farmers shall not pay land tax. ഗാന്ധിജി ആഹ്വാനം നൽകിയതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട്. കർഷകർ നികുതി കൊടുക്കാൻ പാടില്ല. Farmers shall not pay land tax. കരം കൊടുക്കാൻ പാടില്ല. Government officials shall dissolve their loyalty to the British authorities and disclose their loyalty to the Indian National Congress without any fear. ഒരു ഭയവും കൂടാതെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൂറ് പ്രഖ്യാപിക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് എന്നുള്ളതിനെ മറിച്ച് ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കൂറ് പ്രഖ്യാപിക്കണം. വിത്തൌട്ട് ക്വിറ്റിംഗ് ദെയർ പൊസിഷൻസ് ഇൻ ദി ആർമി advocated the soldiers to disobey the orders to shoot and kill Indians. സൈന്യത്തിൽ നിന്നും വിട്ടുപോരാതെ സൈന്യത്തിൽ സേവനം ജോലി അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ഓർഡറുകളെ ലംഘിക്കുക, ഇന്ത്യക്കാരെ കൊല്ലാനും വെടിവെക്കാനും ഉള്ള ഓർഡറുകളെ ലംഘിക്കാൻ ഗാന്ധിജി ആഹ്വാനം നൽകി. Students shall boycott education till attaining freedom. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വിദ്യാർത്ഥികളോട് സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. ഗവൺമെന്റ് ഫോളോഡ് എ പോളിസി ഓഫ് ruthless suppression. The British authorities followed a policy of ruthless suppression towards this civil disobedience movement and the leaders were arrested. ഗവൺമെന്റ് ഈ സമരത്തോടും ക്വിറ്റ് ഇന്ത്യ സമരത്തോടും അടിച്ചമർത്തൽ നയമാണ് സ്വീകരിച്ചത്. നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. Even those who were against the ideas of Mahatma Gandhi, such as Subhash Chandra Bose, C.R. Das, etc., propagated the ideas of freedom among the people. ഗാന്ധിയൻ ആശയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന സുഭാഷ് ചന്ദ്രബോസും നേതാജി സുഭാഷ് ചന്ദ്രബോസും C.R. ദാസും ഒക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഇന്ത്യൻ ജനതയോട് ആഹ്വാനം നൽകി. C.R. ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു, who were opponent to the boycott movement, formed Swaraj Party in 1923. അഭിപ്രായം ഭിന്നതുകൊണ്ടായിരിക്കാം മോത്തിലാൽ നെഹ്റുവും C.R. ദാസും ചേർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തോട് എതിർപ്പുകൊണ്ട് സ്വരാജ് പാർട്ടി എന്നൊരു പാർട്ടി പോലും 1923
ടു റേസ് വോയിസ്. അവർ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്? നിയമനിർമ്മാണ സഭകൾ സ്ഥാപിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് അവസരം നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കുന്നതിന് ഗവൺമെന്റിനൊപ്പം നിൽക്കുക എന്ന നിലപാട് സ്വീകരിച്ചവരാണ്. ഇൻ അഡീഷൻ ടു ഇറ്റ്, ദ റവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ gathered in Delhi and formed their own institution or organization by name Hindustan Socialist Republican Association in 1928. 1928 വിപ്ലവകാരികളായിട്ട് ഉള്ള ആൾക്കാരെല്ലാം കൂടി, വിപ്ലവകാരികളായിട്ടുള്ളവരുടെ പ്രതിനിധികൾ, അത് പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഉള്ളവർ ഡൽഹിയിൽ ഒത്തുകൂടി 1928 ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ വിപ്ലവകാരികളുടെ സംഘടനയുടെ പേരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ദി ഫേമസ് റവല്യൂഷണറീസ് ഓഫ് ദാറ്റ് ടൈം വെയർ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് എക്സെട്ര. ഈ കാലഘട്ടത്തിലെ പ്രമുഖ വിപ്ലവകാരികളായിരുന്നു. ഗാന്ധിയൻ മാർഗത്തിൽ നിന്നും മാറി പോരാടി, ആയുധമെടുത്ത് പോരാടി സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി വിപ്ലവകരമായി ചിന്തിച്ചവരാണ് വിപ്ലവകാരികളായിരുന്നു ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരൊക്കെ. They floated a military wing called റിപ്പബ്ലിക്കൻ ആർമി. അവരൊരു സൈന്യത്തെ തന്നെ സംഘടിപ്പിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് വേണ്ടി. അതിന്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. റവല്യൂഷണറീസിന്റെ വിപ്ലവകാരികളുടെ സൈന്യമാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ ഒരു സൈന്യം തന്നെ ഉണ്ടാക്കി. ഈ ലാഹോർ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് shot and kill British officer who was responsible for lathi charge led to the death of Lala Lajpat Rai. വിപ്ലവകാരികളുടേതായ പ്രഖ്യാപനം മാത്രമല്ല നടത്തി നടപ്പിലാക്കുകയും ചെയ്തു. അതിനുള്ള തെളിവാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചേർന്ന് ലാലാ ലജ്പത്ത് ലാത്തി ചാർജിലൂടെ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ നേതാവായിരുന്നില്ല ലാലാ ലജ്പത് റായിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തു. അതിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു കൊന്നു. ഈ വിപ്ലവകാരികൾ ചേർന്ന് വെടിവെച്ചു കൊന്നു. ആൻഡ് ഭഗത് സിംഗ് ത്രീ ബോംബ്സ് അറ്റ് ദി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്തിനേറെ കുറച്ചുകൂടെ കടന്ന് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബെറിഞ്ഞു ഭഗത് സിംഗ്. ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. ഓൺ മാർച്ച് 23, 1931 ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ് വെയർ ഹാങ്ഡ് ടു ഡെത്ത്. ബ്രിട്ടീഷുകാർ ഇതിനോട് പ്രതികരിച്ചത് വളരെ ക്രൂരമായിട്ടാണ്. ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖദേവിനെയും 1931 മാർച്ച് മാസം 23 തൂക്കിക്കൊന്നു.